നമ്മുടെ UDF അധ്യക്ഷൻ സതീശനും വി ഡി സതീശനും അതേപോലെ തന്നെ കൺവീനർ MMSനും അയച്ചു തന്നിട്ടുള്ള കുറിപ്പുകൾ ഇതിനകം തന്നെ നിങ്ങളുടെ എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ എത്തിക്കാണുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇന്ന് നമ്മളിവിടെ നടത്തുന്ന ഈ സമരം സാധാരണ നമ്മൾ നടത്താറുള്ള സമരങ്ങൾ പോലെയുള്ള ഒരു ഗവൺമെൻറ്റിനെതിരായി ഒരു പ്രതിഷേധ സമരം നടത്തുക എന്ന അർത്ഥത്തിലുള്ള സമരം മാത്രമല്ല. 1200 കേന്ദ്രങ്ങളിൽ ഇന്ന് ഇതേ സമയത്ത് സമരം നടക്കുകയാണ്. അതിലൊരു പക്ഷേ 152 ബ്ലോക്കുകൾ അന്ന് ഒഴിവാക്കിയാൽ തന്നെ ബാക്കി എല്ലാ മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും ഇന്ന് സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും ഈ സമരം ഉണ്ടാവുകയില്ല. അപ്പോൾ അങ്ങനെ 1400ഓളം വരുന്ന സ്ഥലങ്ങളിൽ 1100ഓളം വരുന്ന സ്ഥലങ്ങളിൽ ഇത്രയും വിപുലമായ ഒരു സമരം സംഘടിപ്പിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ രാഷ്ട്രീയം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇന്ന് കേരളത്തിലെ ഗവൺമെൻറ്, പ്രത്യേകിച്ചും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി, അദ്ദേഹം വളരെ ഫലപ്രദമായി എന്ന് അദ്ദേഹത്തിന് തോന്നുന്ന തരത്തിൽ ഒരു ബസ്സെല്ലാം മേടിച്ച് 1 കോടി ഉറുപ്പിക അതിനും ചെലവഴിച്ച് നമ്മുടെ മന്ത്രിമാരെ എല്ലാം കൂട്ടി കേരളത്തിലെ 140 സ്ഥലങ്ങളിൽ യാത്ര ചെയ്തു. എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞത്? കേന്ദ്രം കേരളത്തെ അവഗണിക്കും. കേന്ദ്രം കേരളത്തിന് നൽകാമെന്ന് പറഞ്ഞ പണം തരുന്നില്ല എന്ന് പറയാനാണ് വലിയ പണച്ചെലവിട്ടുകൊണ്ട് അദ്ദേഹം നാട്ടിൽ മുഴുവൻ നടന്ന് വലിയ വലിയ ഭക്ഷണമേളകളൊക്കെ നടത്തിയത്. അപ്പോൾ അതൊരു വലിയ പൊളിറ്റിക്കൽ പോയിൻ്റായിട്ട് വന്നാൽ അന്ന് നടക്കാനിരുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യുമെന്നാണ് ഏറ്റവും ചുരുങ്ങിയത് പിണറായി വിജയൻ കരുതിയത്. CPM അങ്ങനെ കരുതിയോന്ന് എനിക്കറിഞ്ഞുകൂടാ. നാട്ടിൽ നിന്ന് അവരുടെ പ്രചരണം മുഴുവൻ എന്താണ്? കേന്ദ്രം ജനിക്കുന്നു, നമുക്ക് കേന്ദ്രത്തോട് ഒരു അനുഭാവവും ഇല്ല. എന്തെങ്കിലും അനുഭാവം ഉള്ളത് CPMന് തന്നെയാണ്. നമ്മുടെ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ കേന്ദ്രവും കേരളവും തമ്മിലുള്ള കണ്ണിറുക്കങ്ങളെക്കുറിച്ചൊക്കെ പറയുകയുണ്ടായി. ഞാൻ എൻ്റെ സ്നേഹിതന്മാരായിട്ടുള്ള CPMലെ സുഹൃത്തുക്കളോട് പറഞ്ഞു, നിങ്ങൾ ഈ പാമ്പ് വളർത്തൽ കേന്ദ്രങ്ങൾ, നമ്മുടെ നേതാവിന് MBRൻ്റെ ഒരു പാമ്പ് വളർത്തൽ കേന്ദ്രം ഉണ്ടായിരുന്നല്ലോ, ഇപ്പം നിങ്ങൾക്കെല്ലാം അറിയാം. അവിടെ ചെന്നാൽ പലതരം പാമ്പുകളുണ്ട്. അപ്പോൾ അതിന് എന്തെങ്കിലും ഇരയിട്ട് കൊടുത്താൽ ഉടനെ തന്നെ ഈ പാമ്പ് അതിനെ തിന്നും. പക്ഷേ ഈ മലമ്പാമ്പ് അങ്ങനെ തിന്നില്ല. മലമ്പാമ്പ് ഇങ്ങനെ ചുറ്റി ചുറ്റി ഇങ്ങനെ കിടക്കുകയാണ്, പഴയ ടയർ അടുക്കി വെച്ച പോലെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഈ മൊയിലുകളൊക്കെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചാടി കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ മൊയിലുകൾ വിചാരിക്കും നമ്മുടെ പാമ്പ് സാറും ഞാനും തമ്മിൽ പോലെ ലോഹ്യമാണ് എന്ന് വിചാരിച്ചിട്ട് അവർ ഈ പാമ്പിൻ്റെ പുറത്തൊക്കെ എങ്ങനെ നടക്കും. അതുപോലെയാണ് ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കന്മാർ RSSകാരുടെ കാല് പിടിക്കാൻ പോയി. അവർക്ക് പുട്ട്, കടല, പപ്പടം തുടങ്ങിയിട്ടുള്ള വിഭവസമൃദ്ധമായ ഒരു പ്രഭാതം, വലിയ കേമമായിട്ടല്ല, ലളിതമായിട്ട്. നമ്മുടെ നിർമ്മല സീതാരാമൻ കാര്യമൊക്കെ പറഞ്ഞാലും ലളിതമായി ജീവിക്കുന്ന ഒരു സ്ത്രീ എന്നാണ് പറയുന്നത്. എനിക്കവരെ അറിഞ്ഞുകൂടാ, അവരുടെ ഭർത്താവിനെ അറിയാം. അദ്ദേഹം നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ വിമർശകനാണ്, പരകാല പ്രഭാകർ. പക്ഷേ ഇപ്പോൾ നമുക്ക് ആ ഗവൺമെൻറ്റിനോടൊരു യാതൊരു തരത്തിലുള്ള പ്രതിപത്തിയും ഇല്ല എന്ന് മാത്രമല്ല, കോൺഗ്രസ് എന്ന് കേട്ടാൽ നരേന്ദ്രമോദിക്ക് ചതുർത്ഥിയാണ്, നിങ്ങൾക്കാണ് വലിയ പഥ്യം. അതുകൊണ്ട് നിങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ പണം തന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് തന്നു എന്ന് പറയാനുള്ള ഒരു ബാധ്യതയും ഞങ്ങൾക്കില്ല എന്ന് മാത്രമല്ല, കേരളത്തിന് കിട്ടേണ്ട പണം എണ്ണി വാങ്ങിക്കാൻ നിങ്ങളെക്കാളും മുന്നിൽ ഞങ്ങളുണ്ടാവും. ഐക്യജനാധിപത്യ മുന്നണിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മുടെ കൺവീനർ ചെയർമാനായിട്ടുള്ള ബഹുമാന്യ വി ഡി സതീശനോടൊപ്പം ഞാനും ഉണ്ടായിരുന്നു. ആ ടീമിൽ ഞങ്ങൾ 3 പേരും ധനകാര്യ കമ്മീഷനെ കണ്ടത്. കേരളത്തിന് കൊടുക്കാനുള്ളത് കൊടുക്കണം. അപ്പോൾ കേരളത്തിന് കൊടുക്കേണ്ടത് കേന്ദ്രം കൊടുക്കണമെന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവുമില്ല. കൂടുതൽ കൊടുക്കണം. കേരളത്തിൽ കുറച്ച് ആളോഹരി വരുമാനം കൂടി, അപ്പോൾ അത് കുറച്ചു, ഫണ്ട് കുറച്ചു, ശരിയല്ല. കേരളം കുടുംബാസൂത്രണ പരിപാടികൾ നടത്തിക്കൊണ്ട് ജനസംഖ്യ കുറച്ചില്ലെങ്കിലും ജനസംഖ്യ വർധനവ് കുറച്ചു.
അത് നമുക്ക് കുറ്റമായി. ആളുകൾ ഗൾഫിൽ പോയി കുറച്ച് കാശ് കൊണ്ടുവന്നു, അതൊരു കുറ്റമായി. അതൊന്നും കേന്ദ്രത്തിൻ്റെ ഒരു കാര്യവും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. പക്ഷേ ഞാൻ എന്തിനാണിത് വിസ്തരിച്ച് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, കേന്ദ്രം ഒരു ഔദ്യോഗിക ഏജൻസിയാൽ നിർദ്ദേശിക്കപ്പെട്ട അല്ലെങ്കിൽ അവർ കൊടുക്കണമെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു പൈസ കൊടുക്കാൻ ബാക്കിയുണ്ടോ? അതാണ് ക്വസ്റ്റ്യൻ, അതാണ് ചോദ്യം. 15ാം ധനകാര്യ കമ്മീഷൻ കൊടുക്കേണ്ടിയിരുന്നതിലധികമാണ് എന്ന് പറയാം. പക്ഷെ കൊടുക്കും എന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും കൊടുക്കാൻ കുടിശ്ശികയുണ്ടോ? 15ാം ധനകാര്യ കമ്മീഷന്റെ കയ്യിൽ നിന്നും ഷോടതി അടിച്ച ഗവൺമെൻറ്റാണ് പിണറായി വിജയൻ ഗവൺമെൻറ്. ധനകാര്യ കമ്മീഷൻ 2 തരത്തിലാണ് പൈസ കൊടുക്കുന്നത്. ഒന്ന് ടാക്സിൻ്റെ വിഹിതം, മറ്റൊന്ന് ഗ്രാൻഡ്. വിഹിതത്തിൽ കുറവ് വന്നു, പക്ഷെ ഗ്രാൻഡിൽ കൂടുതൽ വന്നു. ഒരു മാസം 2400 കോടിയാണ്, നമ്മൾ ഏതാണ്ട് 2500 കോടിയാണ് നമ്മുടെ ശമ്പള ചെലവെങ്കിൽ 1800 കോടിയോളം 1700 കോടിയിലധികം രൂപ 2-3 വർഷക്കാലം കേന്ദ്രം കൊടുക്കാമെന്ന് പറഞ്ഞു കൊടുത്തു. അപ്പം ഞാനിവിടെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇത് നിങ്ങൾ കേൾക്കണമെന്നുള്ളത് കൊണ്ടാണ്. ഇത് നിങ്ങൾ കേട്ടിട്ട് പോകാനല്ല, താഴെ പോയി നമുക്കിത് പറയണം, വീടുകളിൽ ചെന്ന് പറയേണ്ടതാണ്. കേന്ദ്രം കൊടുക്കാമെന്ന് പറഞ്ഞതിൻ്റെ 1 രൂപ പോലും കേരളത്തിന് കുടിശ്ശികയില്ല. എന്നാൽ കേരളം പഞ്ചായത്തുകൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞതിൻ്റെ സ്ഥിതി എന്താ? അതാണ് ഇവിടെ ചർച്ചാ വിഷയം. അതാണ് ഈ സമരത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. നമ്മൾ പറഞ്ഞോ, അനക്സർ 4 എന്ന് പറയുന്ന ബജറ്റിൻ്റെ ഒരു കെട്ട് ബണ്ടിലുണ്ടെങ്കിൽ, നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കറിൽ അവിടെ ഇരിക്കുന്ന ആ ബണ്ടിൽ പലരും അതെല്ലാവരും വായിക്കണമെന്നൊന്നുമില്ല. പക്ഷേ ഒരു പുസ്തകത്തിൻ്റെ പേരാണ്, ഒരു ബ്രൗൺ കളറുള്ള ഒരു പുസ്തകത്തിൻ്റെ പേരാണ് അനക്സർ 4. അതിലെല്ലാ പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റിക്കും കൊടുക്കേണ്ട പൈസ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് പ്ലാനിംഗ് ബോർഡിൻ്റെ പ്രധാനപ്പെട്ട ജോലി. അതിൽ SC/ST വിഹിതം എത്ര, അതിൽ മെയിൻ്റനൻസ് ഗ്രാൻഡ് എത്ര, റോഡ് മെയിൻ്റനൻസ് എത്ര, ഇതെല്ലാം വിശദമായി എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ എഴുതി വെച്ചതിൽ ഈ വർഷം, അതാണ് MM കൂടെ പറഞ്ഞത്, 7700 കോടി രൂപ 1200 ലോക്കൽ ഗവൺമെൻറ്റുകൾക്കായി കൊടുക്കാമെന്ന് അനക്സർ 4-ൽ എഴുതി നിയമസഭയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അത് കിട്ടാനുള്ള അർഹത ഈ പഞ്ചായത്തുകൾക്ക്, മുനിസിപ്പാലിറ്റിക്കും കോർപ്പറേഷനും ഇല്ലേ? എന്തിനാണ് ഈ സമരം? ഈ സമരം അനക്സർ 4-ൽ നിങ്ങൾ കൂടുതൽ പണം നീക്കി വെക്കണമായിരുന്നു എന്ന് പറഞ്ഞിട്ടല്ല, നിങ്ങൾ തരാമെന്ന് പറഞ്ഞ പണം തരാത്തതിനാണ് ഈ സമരം. അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. കേന്ദ്രം തരാമെന്ന് പറഞ്ഞതൊന്നും തരാതിരുന്നിട്ടില്ല. കേന്ദ്രം ധനകാര്യ കമ്മീഷനിലൂടെ തരാമെന്ന് പറഞ്ഞ 1.95 ആണെങ്കിൽ 1.95 തന്നിട്ടുണ്ട്. എന്നാൽ 1.15 പോരാ, 3.5 വേണം. ശരി, അത് വേറെ വിഷയമാണ്. നിങ്ങൾ തരാമെന്ന് പറഞ്ഞ 7700 കോടി രൂപയ്ക്ക് പകരം 10,000 കോടി തരേണ്ടിയിരുന്നു എന്നല്ല ഞങ്ങൾ പറയുന്നത്. 60%-ലധികം പഞ്ചായത്തുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നത് എന്ന് നമ്മൾ മറന്നു പോകരുത്. അല്ല UDF ആണോ ഭരിക്കുന്നത്? 35%-ലധികമല്ലേ UDF ഭരിക്കുന്നുള്ളൂ അല്ലേ? ഇതവിടെ കൗൺസിലർമാരെ ദീർഘകാലം ഇരുന്ന ആൾക്കാരല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ കോർപ്പറേഷൻ എത്ര രൂപയാണ് കൊടുക്കേണ്ടത് ഈ വർഷം? ഞാൻ മനസ്സിലാക്കുന്ന സബ്ജക്റ്റ് കറക്ഷൻ എനിക്ക് കൃത്യമായിട്ട് അനക്സർ 4 നോക്കിയില്ല. 386 കോടി എന്നാണ് എനിക്ക് കിട്ടിയ പേര്. തെറ്റാണ്, ഞാൻ തിരുത്താം. ജോൺസൺ അറിയുമെന്നറിയാം. ശരിയാണോ? 386 കറക്റ്റ് അല്ലേ? 386 കൊടുക്കേണ്ട പ്ലാൻ ഫണ്ട്. എത്ര? 90. അതാണ് കൗൺസിലർ നിൽക്കുകയാണ്. 96 കോടി രൂപ ജോൺസണോ അല്ലെങ്കിൽ നമ്മുടെ കൗൺസിലർക്കോ കൊടുത്തില്ല എന്നല്ല, ആര്യ രാജേന്ദ്രന് കൊടുക്കാൻ വേണ്ടിയാണ് ഈ സമരം. അതാണ് CPM-ന്റെ ആളുകൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്കും കൂടെ വേണ്ടിയിട്ടുള്ള സമരമാണ്. നിങ്ങളാണ് ഇവിടെ 60%-ലധികം പഞ്ചായത്ത് മത്സരിക്കുന്നത്, അല്ല ക്ഷമിക്കണം, ഭരിക്കുന്നത്. നിങ്ങളെ തന്നെ വഞ്ചിച്ചിരിക്കുകയാണ്.
ഈ ഭാര്യ രാജേന്ദ്രൻ ഇവിടെ വന്ന സമയത്ത് പലരും പല അഭിപ്രായം പറഞ്ഞു. ഞാനൊരു ചെറിയ കുട്ടിയല്ലേ എന്ന രീതിയിൽ അവരെ പിന്താങ്ങിയ ഒരു പഴയ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനാണ്. പല വിമർശനങ്ങളും ഉണ്ടായി. ഇന്നിപ്പോൾ അവർ 5 വർഷം പൂർത്തിയാക്കി, മുതിർന്ന രാഷ്ട്രീയ നേതാവായി. ഈ മുതിർന്ന രാഷ്ട്രീയ നേതാവ് നിലയ്ക്ക് അവരിപ്പോൾ ഇവിടെയാണോ മധുരയിലാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ പറയുന്ന കോർപ്പറേഷനിൽ 356 കോടി രൂപയിൽ നിന്ന് 96 കോടി ഉറുപ്പികയും കിട്ടിയിട്ടില്ല. ബാക്കി വരുന്ന ഏതാണ്ട് 100 കോടിയായിട്ട് കണക്കെ 256 അല്ലെങ്കിൽ 250 കോടിയാണെന്ന് വിചാരിക്കട്ടെ. അത് ചെലവഴിച്ച് എത്ര കാണുമോ? അതിൻ്റെ പകുതി കാണുമോ? അപ്പോൾ എവിടെയാണ് നമ്മുടെ വികസനം? നഗരത്തിൽ 356 കോടി രൂപയുടെ വികസനം മാർച്ച് 31-ാം തീയതി നടക്കേണ്ടതാണ്. അതിൽ 96 കൊടുത്തുമില്ല. കൊടുത്ത ഏതാണ്ട് 250 കോടി അവർക്ക് കിട്ടിയിട്ടില്ല. നായ്ക്ക് പൊതിയാ തേങ്ങ കൊടുത്ത പോലെയാണ് ഇപ്പോൾ പ്ലാൻ ഫണ്ട് കൊടുത്തിട്ടുള്ളത്. അവർക്കത് കിട്ടില്ല. മെയിൻ്റനൻസ് ഗ്രാൻറ്റിൻ്റെ കാര്യത്തിൽ 1000 കോടി രൂപയുടെ ബില്ലുകൾ എവിടെ കിടക്കുന്നു? ട്രഷറിയിൽ ക്യൂ കിടക്കുകയാണ്. ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കെല്ലാം അറിയാം അത് കിട്ടാൻ പോകുന്നില്ല. അതൊക്കെ അടുത്ത വർഷത്തേക്ക് ക്യാരി ഓവർ ചെയ്തോളാൻ പറയും അല്ലേ? അങ്ങനല്ലേ? സ്പിൽ ഓവർ. എന്നാൽ എന്ത് കാര്യം പറഞ്ഞാലും ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഉള്ളപ്പോൾ എന്താണ് നമ്മുടെ സമീപനം എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെയും ബഹുമാനായ AK ആന്റണിയുടെയും മുഖ്യമന്ത്രി കാലയളവുകളിൽ 10 വർഷക്കാലം 3 ഗവൺമെന്റുകളായി ജോലി ചെയ്യാൻ ചുമതലപ്പെടുത്തപ്പെട്ട ഒരു UDF പ്രവർത്തകനാണ് ഞാൻ. അന്നെന്തായിരുന്നു പ്രശ്നം? 31-ാം തീയതി മുമ്പ് ഇത് ചെലവാക്കിയോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് നമ്മൾ പ്രസ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ആളുകളും ഇടതുപക്ഷക്കാരും ഒക്കെ പറയും ഞങ്ങൾക്ക് കുറച്ചുകൂടെ സമയം വേണം. അവസാനം ഉമ്മൻചാണ്ടി ഗവൺമെൻറ്, ഉമ്മൻചാണ്ടിക്ക് എല്ലാറ്റിനും ഒരു സ്പെഷ്യൽ കാര്യങ്ങളുണ്ട് അല്ലേ സുരേഷ്? പണ്ട് അങ്ങോട്ട് ഞാൻ പറയില്ലേ പൈസ വേണോ. മാർച്ച് 31 എടുത്ത് കളഞ്ഞു. നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. മാർച്ച് 31-ന് എല്ലാം ലാപ്സ് ആവും എന്നല്ലേ പറയുന്നത്. ഈ മാർച്ച് 31-ന് ലാപ്സ് ആവാതെ അടുത്ത മാർച്ച് 31 വരെ നിങ്ങൾക്കത് ഉപയോഗിക്കാമെന്ന് പറഞ്ഞ ഗവൺമെൻറ്റാണ് UDF ഗവൺമെൻറ്. ഇന്ന് നമ്മുടെ ഈ സമരം എന്ന് പറയുന്നത് ഇവിടെ CPM-ൻ്റെ അനുഭാവികൾ മനസ്സിലാക്കണം, ഇത് ഞങ്ങൾക്ക് കാശ് കൊണ്ടുപോകാനുള്ള സമരമല്ല. നമുക്കിപ്പോൾ ഇവിടെ കോർപ്പറേഷനിൽ കുറച്ച് മെമ്പർമാരല്ലേ ഉള്ളൂ അല്ലേ? 10 പേരല്ലേ 100 ആളുള്ളൂ. ആ 10 പേരുടെ വാർഡിലേക്കുള്ള സമരമല്ല. ഇവിടെ BJP ആണ് മുഖ്യ പ്രതിപക്ഷം. BJPക്ക് ഈ കാര്യത്തിലൊന്നും ഒരു സമരമില്ല. BJP വർഗീയത, അതാണ് അവരുടെ സമരം. ഇപ്പോൾ മുനമ്പത്തേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. 2 മതങ്ങൾ എങ്ങനെ തമ്മിലടിപ്പിക്കാം. പണ്ട് ഒരു കുറുക്കനുണ്ടായിരുന്നല്ലോ, ആ കുറുക്കൻ ആടുകളെ എങ്ങനെ കൂട്ടിയിടിച്ചാൽ ചോര കുടിക്കാം എന്ന് അന്വേഷിക്കുന്നത് പോലെ 2 ന്യൂനപക്ഷ മതങ്ങളെ തമ്മിൽ ഇടിപ്പിച്ചാൽ അതിൻ്റെ ചോര കുടിച്ച് രസിക്കാം എന്നാണ് ഇപ്പോൾ BJPയുടെ നോട്ടം. പക്ഷേ കുറുക്കൻ എന്താ പറ്റിയെന്നുള്ള കഥയുടെ അവസാന ഭാഗത്ത് നോക്കിയാൽ കാണാൻ കഴിയും. അത് ഞാൻ ഇവിടെ പറയുന്നില്ല. കുറുക്കൻ്റെ അന്ത്യം വളരെ ദയനീയമായി. അതുകൊണ്ട് BJPയും RSSും ഈ വക പ്രശ്നങ്ങൾ ഉയർത്തില്ല. ഈ ഇവിടുത്തെ ജനങ്ങളുടെ ജനകീയമായ ഏറ്റവും വലിയൊരു ധനകരമായ പ്രശ്നമാണ്. പെട്ടെന്ന് വില കുറയ്ക്കണമെന്ന് പറയുന്ന പോലെയോ അല്ലെങ്കിൽ പോലീസ് ലാത്തിച്ചാർജിനെതിരായ അന്വേഷണം വേണമെന്ന് പറയുന്ന പോലെയോ ലാഘവമായി നമുക്ക് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ പറ്റുന്നൊരു വിഷയമല്ല. ഞാനതുകൊണ്ട് ദീർഘമായി കടന്നു പോകുന്നില്ല. പക്ഷെ ഒരു കണക്ക് കൂടെ ഞാൻ പറയാം. നമ്മുടെ ഗവൺമെൻറ് 2011 വരുമ്പോൾ നമ്മുടെ പ്ലാൻ ഫണ്ട് ഏതാണ്ട് 11,000 കോടിയാണ്. അത് ക്രമമായി വർദ്ധിച്ച് പിണറായി വിജയൻ്റെ ആദ്യത്തെ 1-2 വർഷം കഴിഞ്ഞപ്പോൾ 30,000 കോടി രൂപ 29,000 കോടിയായി. ഇപ്പം എത്രയാണെന്നറിയോ? അത് തന്നെ. കഴിഞ്ഞ 7 വർഷക്കാലമായി പ്ലാൻ ഫണ്ട് വികസിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പഞ്ചായത്തുകൾക്ക് അതിൻ്റെ 4/1 കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചായത്തുകൾക്കൊന്നും കൂട്ടിയിട്ടില്ല. സാധാരണ നിലയ്ക്ക് ഒരു 5% നമ്മുടെ പണപ്പെരുപ്പത്തിന് കണക്കായിട്ടെങ്കിലും കൂടണ്ടേ, അതും കൂടിയില്ല. എന്ന് പറഞ്ഞാൽ ജനകീയാസൂത്രണം എന്ന ഓമനപ്പേരിട്ടുകൊണ്ട് രാജീവ് ഗാന്ധി കൊണ്ടുവന്ന പഞ്ചായത്ത് രാജ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്ന ചരിത്രപ്രസിദ്ധമായ ആ ഭരണഘടനാ ഭേദഗതിക്ക് ഭരണപരമായി ജനകീയാസൂത്രണം എന്ന് പേരിട്ടത് നായനാരുടെ കാലത്താണ്. ഇന്ന് കുറ്റം പറയരുതല്ലോ,
നായനാരുടെ കാലത്ത് EMSന്റെ നേതൃത്വത്തിൽ EMS ചെയർമാനായിട്ടുള്ളൊരു കമ്മിറ്റി. EMS അന്ന് യാതൊരു പോസ്റ്റും ഇല്ല. ഹരീന്ദ്രനൊക്കെ അത് അറിയാമല്ലോ. നമ്മുടെ EMS അന്ന് അദ്ദേഹം ജനറൽ സെക്രട്ടറി സ്ഥാനവും കഴിഞ്ഞവിടെ വിശ്രമിക്കുന്ന കാലത്ത് മുൻ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ EMSനെ ചെയർമാനാക്കി വെച്ചിട്ടാണ് ജനകീയ ആസൂത്രണ കമ്മിറ്റി ഉണ്ടാക്കിയത്. അപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലെ EMSും പോയി നായനാരും പോയി. പിണറായി വിജയൻ ഇപ്പോൾ EMSും നായനാരും ഒന്നൊരു പ്രശ്നമല്ല. എന്ത് EMS എന്ത് നായനാരും. മൂപ്പരും അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ഭാഷയിൽ പറഞ്ഞാൽ എൻ്റെ തല അല്ലേ, അങ്ങനെയല്ലേ കുട്ടികളൊക്കെ പറയുന്നു, എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ എന്നല്ലാതെ ഒരു ചിന്തയും പിണറായി വിജയനില്ല. അദ്ദേഹത്തിൻ്റെ കാര്യം നോക്കണം. ഞാൻ ഈയിടെ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് ഇപ്പോൾ കുറച്ചും കൂടെ വ്യക്തമായി. ഇന്ത്യ കണ്ട ഏറ്റവും നല്ല ഹോം മിനിസ്റ്ററാണ് അദ്ദേഹം. ആ ഹോം മിനിസ്റ്റർ എന്ന് പറയുന്നത് സ്വന്തം വീട് കാര്യം നോക്കാന്നുള്ളൂ, വേറെ ആഭ്യന്തര കാര്യം നോക്കൊന്നുമല്ല. സ്വന്തം മകളെയും മകളുടെ മകനെയും അവരുടെ മക്കളെയും കുടുംബാംഗങ്ങളെയും ഭർത്താവിനെയൊക്കെ വീട്ടുകാര്യമന്ത്രിയാണ്, ഹോം മിനിസ്റ്റർ. അതുകൊണ്ട് അത്രയും നല്ലൊരു അച്ഛൻ. അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, നമുക്കെല്ലാം കുട്ടികളുണ്ട്, നമ്മൾ പണ്ടത്തെക്കാൾ ഞങ്ങളുടെ തലമുറയിൽപ്പെട്ട അച്ഛനമ്മമാരൊക്കെ ഇന്ന് കുട്ടികളെക്കാളും പെരുമാറിയതിനേക്കാളും വലിയ വാത്സല്യത്തോടു കൂടിയാണ് കുട്ടികളോട് പെരുമാറുന്നത്. അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, ഞാൻ എൻ്റെ മകളെ എല്ലാ ദിവസവും വിളിച്ചെണീപ്പിക്കും ഇത്ര മണിക്ക്. ഇപ്പം എൻ്റെ കാര്യം അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ എത്രയോ ദിവസം കൂടുമ്പോഴാണ് കുട്ടികൾ എന്താ പറഞ്ഞത് ഭാര്യയോട് ചോദിക്കുന്നത്. അല്ല, അതിപ്പോൾ ഒരു വലിയ ഗെയിമായിട്ട് പറയുന്നതല്ല. അപ്പം പിണറായി വിജയന് സ്വന്തം മകളുടെ കാര്യത്തിലൊക്കെ വലിയ കരുതലാണ്. പക്ഷേ എൻ്റെ പിണറായി, ഞാൻ അവസാനിപ്പിക്കുകയാണ്. പിണറായി ഇപ്പം ഏറ്റവും കൂടുതൽ തകർത്തെറിഞ്ഞത് തൻ്റെ കുടുംബത്തെ തന്നെയാണ്. പണ്ട് രാമായണത്തിൽ പറഞ്ഞ പോലെയാണ്, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ എന്ന് പറഞ്ഞത്. ഇച്ചിരി ഒരു മാറ്റമുണ്ട്. പിണറായി വിജയൻ ചെയ്ത ആ ദുഷ്കർമ്മങ്ങളുടെ ചെയ്തി ആ പാവം പെൺകുട്ടി അനുഭവിക്കേണ്ട സ്ഥിതിയിലാണ് ഇന്നത്തെ പത്രം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. ഇത് പെട്ടെന്ന് ദേഹത്ത് നിന്ന് ഇറങ്ങിപ്പോകുന്നാണോ വിചാരിക്കുന്നത്? ഈ കേസ് പെട്ടെന്ന് ഇറങ്ങിപ്പോവില്ല. നമ്മുടെ വീട്ടിനകത്ത് ചെറിയ പാമ്പ് വന്ന പോലെ വലിയ പാമ്പ് വന്ന് നമുക്ക് പിടിക്കാം, പിന്നെ പെട്ടെന്നൊന്നും ഇറങ്ങിപ്പോവില്ല ഈ കേസ്. അവർ കടലയും പുട്ടുമൊക്കെ കഴിച്ച് നമ്മുടെ തോമസ് മാഷാണ് അതിൻ്റെ ഒരു പരികർമ്മിയായിട്ട് നിന്നത്. കടല, പുട്ട്, പഴമൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് ആ ഡിപ്പാർട്ട്മെൻറ്റിനെ കൊണ്ട് തന്നെ അവർ ഉത്തരവിടിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, നിർമ്മല സീതാരാമൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇപ്പോൾ വീണ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുവാദം കൊടുത്തത്. ഈ നിർമ്മല സീതാരാമന് പുട്ടും കടലയും വാങ്ങിച്ചു കൊടുത്ത് വഷളാവേണ്ട കാര്യം നമ്മുടെ പിണറായി വിജയൻ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാൻ ധൈര്യമുള്ള ഒരു കുട്ടിയും ഇന്ന് CPM-ലില്ല എന്നതാണ് CPM-ന്റെ ദുരന്തം. ഞാൻ നീട്ടി പറയുന്നില്ല, ഞാൻ കൂടുതൽ കണക്കുകളൊന്നും പറയുന്നില്ല. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെക്കുറിച്ച് നമ്മൾ ആ കുറിപ്പിൽ ധാരാളം പറഞ്ഞു. പട്ടികജാതി പട്ടികവർഗങ്ങളുടെ സ്ഥിതി എന്താന്ന് പറഞ്ഞാൽ ഇപ്പം അങ്ങനൊരു വിഷയമേ ഇല്ല. ഞാൻ പല കാലഘട്ടത്തിലുമായിട്ടുള്ള മുഖ്യമന്ത്രിമാരെ എടുത്താൽ ആ കാര്യത്തിൽ ഞാൻ ഏറ്റവും വലിയ മാർക്ക് കൊടുക്കുന്നൊരു മുഖ്യമന്ത്രി SFIയുടെ പ്രസിഡൻ്റായിരുന്ന കാലം മുതൽ അത് സാക്ഷാൽ കെ കരുണാകരൻ. അദ്ദേഹം എൻ്റെ സമുദായം അല്ലേ പറഞ്ഞിരുന്നത്? എൻ്റെ സമുദായം എന്താണ് പറയുക? പണ്ട് നമ്മൾ വിദ്യാർത്ഥി നേതാക്കൾ ASU ആണെങ്കിലും SFI ആണെങ്കിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൻ്റെ ഒരു ആവശ്യം ഉന്നയിച്ചാൽ അത് ലീഡർ പാസ് അല്ലേ, ശരത്ത് ഒട്ടനെ പാസ്സാക്കും. അതിന് പിന്നെ ചോദ്യമൊന്നുമില്ല. ഇന്നിപ്പോൾ എന്താ സ്ഥിതി? പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് ലംസം ഗ്രാൻഡ് മുടങ്ങിക്കിടക്കുക. ആലോചിച്ച് നോക്കുന്നത്. സ്കോളർഷിപ്പ് കിട്ടുന്നില്ല. ഉയർന്ന വിദ്യാഭ്യാസമുള്ള കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്നില്ല. എത്ര വലിയ കാര്യങ്ങളാണ് ഗവൺമെൻറ് ചെയ്തു. അത് ഇടതുപക്ഷ ഗവൺമെൻറ് ഒന്നുമല്ല, നമ്മുടെ കഴക്കൂട്ടം മണ്ഡലത്തിൻ്റെ ഭാഗത്തുള്ള അവിടെ ഇവിടെ ഒരു വലിയൊരു സ്ഥലമില്ലേ കൊടുത്തിട്ടുള്ള വേങ്ങോട് കൊടുത്തിട്ടുള്ള രാജീവ് സായി ഗ്രാമത്തിൻ്റെ ഇപ്പുറത്തുള്ള വലിയ ഏരിയ. അത് എത്രയോ കാലം മുമ്പാണ് 50 ഏക്കർ 25 സെൻറ്റ് 50 സെൻറ്റ് വെച്ച് ആളുകൾക്ക് കൊടുത്തത്. എത്രയോ വലിയ 2.5 ഏക്കർ, അതിപ്പോൾ ആളുകൾക്ക് ഡിവൈഡ് ചെയ്തു 2.5 ഏക്കർ
ഒരാൾക്കൊരു കുടുംബത്തിന് 2.5 ഏക്കർ ഭൂമി കൊടുത്ത് എന്ന് 50 വർഷക്കാലം മുമ്പ് അല്ലേ? ഇന്നിപ്പോൾ അത് ഡിവൈഡ് ചെയ്ത് 25-50 വർഷം വിൽക്കാൻ പറ്റില്ല, ആർക്കും വിൽക്കാൻ പറ്റില്ല. ആ വിൽക്കാതിരിക്കാൻ വേണ്ടി അവിടെ ഒരു വില്ലേജ് ഓഫീസറെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല. അവിടെ ഒരു വില്ലേജ് ഓഫീസർ ഇരിക്കുന്നുണ്ട്, ഇത് ആരെങ്കിലും വിൽക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടി. ഇപ്പോഴും ഉണ്ടായത് അവരുടെ കയ്യിലാണ്, വിൽക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ അങ്ങനെ പ്രോത്സാഹിപ്പിച്ച മുഖ്യമന്ത്രിമാരോടുണ്ടായിരുന്നു. ഇന്നെന്താ സ്ഥിതി? അവരുടെ പ്ലാൻ ഫണ്ടും എല്ലാം പോയി. പ്ലാൻ വികസിച്ചാൽ പട്ടികജാതി ഫണ്ട് വികസിക്കും. കാരണം 10-1 പട്ടികജാതിക്കും 3% പട്ടികവർഗത്തിനുമാണ് കൊടുക്കുക. അപ്പോൾ 13% അവർക്ക് കിട്ടും. പ്ലാൻ കൂടിയില്ലെങ്കിലോ ഇവർക്കും വർദ്ധിക്കില്ല. അപ്പോൾ അത് അവരെയും വഞ്ചിച്ചിരിക്കുകയാണ്. ഞാനേതായാലും നീട്ടി പ്രസംഗിക്കുന്നില്ല. ഇനി ധാരാളം പ്രസംഗിക്കാൻ ആളുകളുണ്ട്, സമയമുണ്ട്. എന്ന് വെച്ച് നമ്മൾ നീട്ടിക്കൊണ്ടുപോയി എന്തോ ഭാഗ്യത്തിന് മഴ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. മധുരയിൽ ഇപ്പോൾ നടക്കുന്ന പാർട്ടി കോൺഗ്രസിനെ കുറിച്ച് കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഇപ്പോൾ CPM-നകത്തുള്ള ഒറ്റ പ്രശ്നമേ ഉള്ളൂ. അത് സാമ്രാജ്യത്വമോ ഫാസിസമോ ഒന്നുമല്ല പ്രശ്നം. ആരാണ് ആദ്യം റിട്ടയർ ചെയ്യേണ്ടതെന്നുള്ള പ്രശ്നം. ഈയിടെയായിട്ട് ആലപ്പുഴ ഭാഗത്തൊരു യോഗം കൂടി. അതിനവർ കൊടുത്തിട്ടുള്ള പേര് ലെറ്റർപാഡ് അടിച്ചിട്ടില്ല. CPM പെൻഷനേഴ്സ് അസോസിയേഷൻ എന്നൊരു യോഗം അവർ സംഘടിപ്പിക്കുകയാണ്. CPM എന്ന് പെൻഷനായ ആളുകളുടെ റിട്ടയറീസ്. അപ്പോൾ ആര് റിട്ടയർ ചെയ്യണം, ആര് പെൻഷനാവണം, ആര് വിരമിക്കണം എന്നതാണ് ഇപ്പോൾ CPM-ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഏറ്റവും വലിയ ചർച്ച. എന്താ അറിയോ? ആരാണ് വിരമിക്കേണ്ടത്? പണ്ട് ആരാണ് മരിക്കേണ്ടത് എന്നുള്ളതായിരുന്നു, ആരാണ് ഫൈറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഈ മധുരാ സമ്മേളനം കഴിയുമ്പോൾ വിരമിച്ച് ഇന്ത്യയിലെ CPIM എന്ന രാഷ്ട്രീയ പാർട്ടി തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്നും സ്വയം വിരമിക്കാൻ പോവുകയാണ്. ഈ മധുര കോൺഗ്രസിൽ പിണറായി വിജയന്റെ മുഖം താഴുന്നതിൻ്റെ ഫലമായിട്ട് കൂടി ഒരു മുഖ്യമന്ത്രി, CPM-ന്റെ ഒരു മുഖ്യമന്ത്രി ഇന്ന് വരെ ഇത്തരത്തിലൊരു അഴിമതിക്കാരൻ എന്ന മുദ്രയ്ക്ക് ഇടയായിട്ടില്ല. ഒന്ന് ലാവ്ലിൻ വന്നു, ഇപ്പോൾ SFIO വന്നു. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. അതുകൊണ്ട് ഇന്നിവിടെ നടക്കുന്ന ഈ സമരം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടോടുകൂടി നടക്കുന്ന ഈ സമരം ഇതിവിടെ നിർത്താനല്ല UDF ഉദ്ദേശിക്കുന്നത്. മറിച്ച് നമ്മുടെ വാർഡുകളിലേക്കും നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ള പ്രചരിപ്പിക്കുന്ന ലഘുലേഖ, അത് 10,000-കണക്കിന് വാട്സാപ്പ് ഗ്രൂപ്പുകൾ നമുക്കുണ്ട്. അതിലേക്ക് കൊടുക്കാനും ആളുകളെ വീട്ടിൽ ചെന്ന് സംസാരിക്കുവാനും അടുത്ത കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഇന്ന് BJP ആളുകൾക്ക് മടുത്തു തുടങ്ങി. അതാണ് എമ്പൂരാൻ എന്ന സിനിമയുടെ വിജയം എന്ന് പറയുന്നത്. BJP മതിയായി എന്നതിൻ്റെ ലക്ഷണമാണ്. BJP കാണരുതെന്ന് പറഞ്ഞപ്പോൾ 24 മണിക്കൂറുള്ളതിൽ 20 മണിക്കൂറാണ് സിനിമ കളിച്ചത്. രാത്രി 12 മണിക്ക് ഞാൻ കലാഭവനിൽ ചെന്ന് സെക്കൻഡ് ഷോ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തേർഡ് ഷോയ്ക്ക് ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുക. 24 മണിക്കൂറിൽ സിനിമാ തിയേറ്ററുകൾ 4 മണിക്കൂറാണ് ആകെ അടച്ചിട്ടത്. അപ്പോൾ BJP-യുടെ പിന്തുണയാണോ അതിനോടുള്ള എതിർപ്പാണോ എന്ന് മനസ്സിലാക്കാൻ സിനിമ നല്ലതാണോ ചീത്തയാന്നുള്ളതല്ല. എമ്പൂരാൻ്റെ വിജയത്തോടു കൂടി BJP-യുടെ കൗണ്ട് ഡൗൺ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളെ മതിയായി, നിങ്ങളെ ആ കൗശലക്കാരനായ കുറുക്കൻ്റെ പരിപാടി നടക്കില്ല എന്ന് കേരളം പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളിവിടെ 10 കൗൺസിലറേ ഇപ്പോൾ ഉള്ളൂ എന്നതുകൊണ്ട് വളരെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അടുത്ത തവണ ഈ കോർപ്പറേഷൻ നമുക്ക് ഭരിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ വളരെ അടിയന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ബൂത്തുകളിൽ നടത്തിയാൽ ഒരു നീണ്ട കാലയളവിന് ശേഷം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ MP പത്മനാഭനും സ്റ്റാൻലിയും ഭരിച്ചതിന് ശേഷം നമുക്ക് ചെയർമാന്മാർ മേയർമാർ വന്നിട്ടില്ല. UDF-നെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ ടീം നമ്മളുണ്ടാക്കി മത്സരിച്ച് ജയിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ധർണ ഇരിക്കുന്നത്. ഈ കൊടും മഴയ്ക്കിടയിലും ഇത്രയും ആളുകൾ വന്ന് ശ്രദ്ധാപൂർവം ഈ യോഗം വിജയിപ്പിച്ചതിന് CMB-യുടെ പേരിലും UDF-ൻ്റെ പേരിലും നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.